ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. സൗദിയിലെ അസീറിൽ ഇഖാമ കാലാവധി തീർന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങാനുള്ള അപേക്ഷകൾ ഇനി ഓൺലൈൻ വഴി മാത്രമേ സ്വീകരിക്കൂ. അപേക്ഷകർ അവരുടെ എംബസി പ്രതിനിധികൾ വഴി ലേബർ ഓഫീസിനെ സമീപിക്കണം. ഹുറൂബ് കേസിൽ പെടുന്നവർക്ക് 2 മാസത്തിനുള്ളിൽ സ്പോൺസർഷിപ്പ് മാറാതിരിക്കുകയോ നാട്ടിലേക്ക് മടങ്ങാതിരിക്കുകയോ ചെയ്താൽ നാടുകടത്തൽ കേന്ദ്രം വഴി മടങ്ങേണ്ടി വരുമെന്നും ലേബർ ഓഫീസ് മേധാവി വ്യക്തമാക്കി. അസീർ മേഖലയിൽ ലേബർ ഓഫീസിലെ തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം. അപേക്ഷകൾ ഇനി ഓൺലൈൻ വഴി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് അസീർ ലേബർ ഓഫീസ് മേധാവി സലാഹ് അൽ മുത്തേരി അറിയിച്ചു. ലേബർ ഓഫീസിൽ വിളിച്ചു ചേർത്ത വിവിധ കോൺസുലേറ്റ് പ്രതിനിധികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇഖാമയുടെ കാലാവധി കഴിഞ്ഞ പ്രവാസികൾ നാട്ടിലേക്ക് മടങ്ങാൻ ആദ്യം ബന്ധപ്പെട്ട എംബസി പ്രതിനിധികളെ സമീപിക്കുകയാണ് വേണ്ടത്. ഈ പ്രതിനിധികൾ അപേക്ഷയും ഇഖാമ പാസ്പോർട്ട് എന്നിവയുടെ കോപ്പികളും എംബസിയുടെ കത്തും ഇമെയിൽ വഴി ലേബർ ഓഫീസിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന് അയച്ചു കൊടുക്കണം. തൊഴിലാളികളിൽ നിന്നോ സ്പോൺസർമാരിൽ നിന്നോ ജനറൽ സർവീസ് ഏജൻസി പ്രതിനിധികളിൽ നിന്നോ ഇനി നേരിട്ട് ഇത്തരം അപേക്ഷകൾ സ്വീകരിക്കില്ലെന്നും അൽ മുത്തേരി പറഞ്ഞു. ഇന്ത്യക്കാരുടെ അപേക്ഷകൾ asir.indians@gmail.com എന്ന ഇമെയിലിൽ അയക്കണമെന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് സാമൂഹ്യക്ഷേമ വിഭാഗം അംഗം അഷ്റഫ് കുറ്റിച്ചൽ നിർദ്ദേശിച്ചു. അതേസമയം ഫൈനൽ എക്സിറ്റ് അടിച്ച് 60 ദിവസത്തിനുള്ളിൽ രാജ്യം വിടാത്തവർ ഹുറൂബ് കേസിന് സമാനമായ മഖൂഫ് അൽ അമൽ എന്ന പട്ടികയിൽപ്പെടും. ഇവർ 1000 റിയാൽ പിഴ അടച്ച് സ്പോൺസറോടൊപ്പം ലേബർ ഓഫീസിൽ പോയാൽ നാടുകടത്തൽ കേന്ദ്രം വഴി നാട്ടിലേക്ക് മടങ്ങാമെന്നും അൽ മുത്തേരി പറഞ്ഞു. പുതുതായി ഹുറൂബ് കേസിൽപ്പെട്ടാൽ ആദ്യത്തെ 60 ദിവസം ജോലിക്ക് തടസ്സം നേരിട്ടു എന്ന സ്റ്റാറ്റസ് ആയിരിക്കും ഖിവ പോർട്ടലിൽ കാണിക്കുക. ഈ കാലയളവിൽ തൊഴിലാളിക്ക് മറ്റു ജോലി കണ്ടെത്തി സ്പോൺസർഷിപ്പ് മാറാം. നിലവിലെ സ്പോൺസർക്ക് കീഴിൽ 1 വർഷം പൂർത്തിയാക്കണമെന്ന വ്യവസ്ഥയുണ്ട്. 1 വർഷം പൂർത്തിയാക്കാത്തവരാണെങ്കിൽ ഈ 60 ദിവസത്തിനുള്ളിൽ ഫൈനൽ എക്സിറ്റിൽ നാട്ടിൽ പോയി പുതിയ വിസയിൽ തിരിച്ചു വരാനുള്ള സൗകര്യമുണ്ട്. സ്പോൺസർഷിപ്പ് മാറാതിരിക്കുകയോ നാട്ടിലേക്ക് മടങ്ങാതിരിക്കുകയോ ചെയ്യുന്നവർ പിന്നീട് നാടുകടത്തൽ കേന്ദ്രം വഴി മടങ്ങേണ്ടി വരുമെന്നും ലേബർ ഓഫീസ് മേധാവി വ്യക്തമാക്കി. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഫിലിപ്പീൻസ്, ഈജിപ്ത്, സുഡാൻ, യമൻ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ കോൺസുലേറ്റ് പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. അസീറിൽ നിന്നും റസാഖ് കിണ്ണശ്ശേരിക്കൊപ്പം ജലീൽ കണ്ണമക്കലം, 24. അറബ് ഹെൽത്തിന്റെ 49ാമത് പതിപ്പ് ദുബായിൽ പുരോഗമിക്കുന്നു. നിർമ്മിത ബുദ്ധി ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ മേളയിൽ ചർച്ചയായി. രോഗനിർണയവും ചികിത്സയും സുഗമമാക്കാൻ നിർമ്മിത ബുദ്ധിയുടെ ഇടപെടൽ വഴിയൊരുക്കുമെന്നും അഭിപ്രായമുണ്ടായി. ആരോഗ്യ മേഖലയുടെ മുന്നോട്ടുള്ള യാത്രയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൃത്യമായ സ്വാധീനം ചെലുത്തും എന്ന് തന്നെയാണ് ഇത്തവണത്തെ അറബ് ഹെൽത്ത് വ്യക്തമാക്കുന്നത്. ആരോഗ്യരംഗത്തും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ വളരെ വലുതാണ്. ഇത്തരത്തിൽ രോഗനിർണയത്തിന്റെയും ചികിത്സയുടെയും മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളെ കൂടി ചർച്ച ചെയ്താണ് അറബ് ഹെൽത്തിന്റെ പുതിയ പതിപ്പ് പുരോഗമിക്കുന്നത്. ഓരോരുത്തർക്കും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള AI ആപ്ലിക്കേഷനുകളാണ് എമിറേറ്റ്സ് ഹെൽത്ത് സർവീസസിന്റെ ഈ സ്റ്റാളിൽ നിറയെ കാണാനാവുക. നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുത്താൽ എന്താണ് പ്രശ്നമെന്ന് ഉത്തരം നൽകുന്ന AI ഡോക്ടർ. വിളിപ്പുറത്തെത്തുന്ന AI നഴ്സ്. ഓരോരുത്തരുടെയും ആരോഗ്യ വിവരങ്ങൾ നൽകിയാൽ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങളെ പോലും കൃത്യമായി കണ്ടെത്താനും സുരക്ഷിതമായ ജീവിതം സാധ്യമാക്കാനുള്ള നിർദ്ദേശവും നൽകുന്ന AI വിദ്യ. മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായുള്ള പുതിയ AI നിയന്ത്രിത സംവിധാനം. AI ഉപയോഗപ്പെടുത്തി രോഗങ്ങളുടെ നിർണയം വളരെ വേഗത്തിൽ സാധ്യമാക്കുന്നതുൾപ്പെടെ ഇവിടെ നേരിട്ട് കണ്ടറിയാം. There's huge advances in AI this year in all over the world, but also in medical. So these new transformer models are really good at detecting and analyzing EEG and being able to assist in the diagnostics services. So we're providing a service where you can diagnose people or get diagnostic support aided by AI. ടെക്നോളജിയുടെ വളർച്ച ഓരോ നിമിഷവും വിസ്മയിപ്പിക്കുന്നതാണ്. അതിനാൽ തന്നെ ഇത്തരം സംവിധാനങ്ങൾ ആരോഗ്യരംഗത്ത് വലിയ സംഭാവന നൽകുമെന്ന് ഉറപ്പാണ്. രോഗങ്ങളെ വളരെ നേരത്തെ കണ്ടെത്തി ഇല്ലാതാക്കി ആരോഗ്യകരമായ ജീവിതം മനുഷ്യന് സാധ്യമാക്കാൻ കഴിയുന്ന കാലം വിദൂരമല്ലെന്ന് ഉറപ്പിക്കുകയാണ് ഇത്തരം കാഴ്ചകൾ. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24.
സൗദിയിലെ അസീറിൽ നടന്ന മൂന്നാമത് ഖിമാം ഫെസ്റ്റിവൽ സമാപിച്ചു. മലയാളികളടക്കം 10,000-കണക്കിന് ആളുകളാണ് സമാപന ചടങ്ങിൽ പങ്കെടുത്തത്. വിവിധ രാജ്യങ്ങളുടെ കലയും സംസ്കാരവും അടുത്തറിയാനുള്ള അവസരമായിരുന്നു ഖിമാം ഫെസ്റ്റിവൽ. ഒരാഴ്ച നീണ്ടുനിന്ന മൂന്നാമത് ഖിമാം ഫെസ്റ്റിവലിന്റെ സമാപന ചടങ്ങിൽ വിദേശികൾ ഉൾപ്പെടെ 10,000-കണക്കിന് പേരാണ് പങ്കെടുത്തത്. തിയേറ്റർ ആൻഡ് ആർട്ട് പെർഫോമിംഗ് ആർട്സ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മേളയിൽ വിവിധ രാജ്യങ്ങളുടെ കലയും സംസ്കാരവും അടയാളപ്പെടുത്തുന്ന പരിപാടികളുണ്ടായിരുന്നു. സമാപന ദിവസം കമീഷ് മുഷൈത്തിലെ പ്രിൻസ് സുൽത്താൻ റോഡിൽ 20 സൗദി കലാരൂപങ്ങളും ഇന്ത്യ ഉൾപ്പെടെ 25 രാജ്യാന്തര കലാപരിപാടികളും അണിനിരത്തിക്കൊണ്ട് നടന്ന പരേഡ് ശ്രദ്ധേയമായി. ഗുജറാത്തി ഫോക്ക് ഡാൻസും കൊണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഡേയാണ് പരേഡിൻ്റെ വി ഓൾ എൻജോയ് ദ ഫെസ്റ്റിവൽ. പ്രധാനമായും മേഖലയിലെ 8 പുരാവസ്തു കേന്ദ്രങ്ങളിലായിരുന്നു ആഘോഷ പരിപാടികൾ. മലയോര കലകളും സംസ്കാരങ്ങളും അടുത്തറിയാനുള്ള അവസരം കൂടിയായിരുന്നു ഖിമാം ഫെസ്റ്റിവൽ. അസീറിൽ നിന്നും റസാഖ് കിനാശ്ശേരിക്കൊപ്പം ജലീൽ കണ്ണമംഗലം, 24. അവയവദാന ബോധവൽക്കരണം ലക്ഷ്യമിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ശ്രമവുമായി ഹയാത്തും ഗ്രീൻ ലൈഫും. നാളെ ഉച്ചയ്ക്കാണ് ഗിന്നസ് റെക്കോർഡിനായുള്ള ശ്രമം. ദുബായിലെ മുഹമ്മദ് ബിൻ റാഷിദ് യൂണിവേഴ്സിറ്റി ഓഡിറ്റോറിയത്തിൽ ഗിന്നസ് റെക്കോർഡ് അധികൃതർ ഈ ശ്രമങ്ങൾ വിലയിരുത്തും. അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി UAE ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള വിഭാഗമായ ഹയാത്തും കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ ഫാദർ ഡേവിസ് ചെറമേലിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഗ്രീൻ ലൈഫും സംയുക്തമായിട്ടാണ് ഗിന്നസ് റെക്കോർഡിനായി ശ്രമിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെയാണ് ഗിന്നസ് റെക്കോർഡിനായുള്ള ശ്രമം നടക്കുക. UAE റെസിഡൻസ് ആയവർക്ക് ഓൺലൈനായി അവയവദാന സമ്മതപത്രം നൽകി ഗിന്നസ് റെക്കോർഡിന്റെ ഭാഗമാകാൻ സാധിക്കും. UAEയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. 1 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ അവയവദാന ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താനാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് ഗ്രീൻ ലൈഫ് ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേൽ അറിയിച്ചു. UAEയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള അവയവദാനത്തിന്റെ വിഭാഗമായ ഹയാത്തും ഗ്രീൻ ലൈഫും ചേർന്ന് ജനുവരി മാസം 31-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ 3 മണി വരെ വേൾഡ് ഗിന്നസ് റെക്കോർഡിന് ഒരുങ്ങുകയാണ്. ആ 1 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ വ്യക്തികൾ ഓൺലൈനിൽ ഓർഗൻ ഡോണർ രജിസ്ട്രിയിൽ രജിസ്ട്രേഷൻ നടത്തുകയാണ്. ഈ ചരിത്ര മുഹൂർത്തത്തിലേക്ക് എന്നെ കേൾക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബ്ലഡ് ഡോണേഴ്സ് കേരള, അക്കാഫ്, പ്രജര ചാവക്കാട് തുടങ്ങി UAEയിലെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ നിരവധി സംഘടനകളും പ്രവർത്തകരും പദ്ധതിയുടെ ഭാഗമാകും. UAEയിലെ വ്യത്യസ്ത രാജ്യക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അവയവദാന ബോധവൽക്കരണവും നാളെ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 24 ദുബായ്. കേരള എഞ്ചിനീയേഴ്സ് ഫോറം ദമാം ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ദമാം സെൻട്രൽ ഹോസ്പിറ്റലുമായി ചേർന്ന് നടത്തിയ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. 75ാമത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി രക്തദാനം മഹാദാനം എന്ന ശീർഷകത്തിലാണ് കേരള എഞ്ചിനീയേഴ്സ് ഫോറം ദമാം ചാപ്റ്റർ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ദമാം സെൻട്രൽ ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് നടത്തിയ ക്യാമ്പിൽ നിരവധി പേർ പങ്കാളികളായി. രക്തദാനം എന്ന മഹാദൗത്യവുമായി മുന്നോട്ട് വന്ന കേരള എഞ്ചിനീയേഴ്സ് ഫോറം ദമാം ചാപ്റ്റർ ഭാരവാഹികളെ ദമാം സെൻട്രൽ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് മാനേജർ അഭിനന്ദിച്ചു. തുടർന്നും ഇത്തരം സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് കേരള എഞ്ചിനീയേഴ്സ് ഫോറം ഭാരവാഹികൾ പറഞ്ഞു. രക്തം ദാനം ചെയ്തവർക്കുള്ള പ്രശംസാപത്രവും വിതരണം ചെയ്തു. കേരള എഞ്ചിനീയേഴ്സ് ഫോറം ഭാരവാഹികളായ അഫ്താബ് റഹ്മാൻ വാഴക്കാട്, അബ്ദുള്ള തൊടിക, അബ്ദുൽ ഗഫൂർ ചെറുവാടി, അജ്മൽ റോഷൻ, സമീൽ ഹാരിസ്, റിയാസ് ബഷീർ, സംജീദ റൌഫ്, റഷീദ് മാന്തോണി, അൻസാർ പെരിഞ്ചേരി, ഫൈസൽ എന്നിവർ രക്തദാന ക്യാമ്പിന് നേതൃത്വം നൽകി. സുബൈറുദ്ദീനൂർ, 24 ദമാം. കുവൈറ്റിൽ നിയമലംഘകരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധന വ്യാപകമാക്കിയ അധികൃതർ. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് സാലിം അൽ നഫാഫിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് പരിശോധന നടത്തുന്നത്. പബ്ലിക് സെക്യൂരിറ്റി അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അബ്ദുള്ള അൽ റജബ്, ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ മേജർ ജനറൽ യൂസഫ് അൽ ഖുദ, ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെസ്ക്യൂ ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ ഫാരിസ് അൽ ഹക്താനി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന. പരിശോധനയിൽ താമസ നിയമം ലംഘിച്ചതിന് 30 പേരെയും മയക്കുമരുന്ന്, മദ്യം ഉൾപ്പെടെ കേസുകളിൽ പിടികിട്ടാപ്പുള്ളികളായ 20-ലധികം പേരെയും പിടികൂടി. കൂടാതെ 600 ട്രാഫിക് നിയമലംഘനങ്ങളും രേഖപ്പെടുത്തി.
സൗദിയിൽ OICC അൽഖസീം സെൻട്രൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. വിവിധ കലാപരിപാടികളും ക്വിസ് മത്സരവും നടന്നു. സാംസ്കാരിക സമ്മേളനം OICC സൗദി നാഷണൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കോലോത്ത് ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. അബ്ദുറഹ്മാൻ തിരൂരിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ പ്രമോദ് കുര്യൻ, ബഷീർ, സജി ജോബ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച് പ്രവാസി വെൽഫെയർ കുവൈറ്റ്. അബു ഖലീഫ വെൽഫെയർ ഹാളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ കാർഡിയോളജി, ഡയബറ്റിക്സ്, ജനറൽ മെഡിസിൻ, ഡെന്റൽ എന്നീ വിഭാഗങ്ങളിൽ പരിശോധന നടന്നു. ടീം വെൽഫെയർ ക്യാപ്റ്റൻ അബ്ദുറഹ്മാൻ എഴുവന്തല സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് ലാഖ് അഹമ്മദ് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സമാപന ചടങ്ങിൽ ഡോക്ടർമാരെയും പാരാമെഡിക്കൽ നഴ്സിംഗ് വളണ്ടിയർമാരെയും ആദരിച്ചു. സൗദിയിൽ മക്ക OICCയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷവും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. കോൺഗ്രസ് വാഴക്കാട് മണ്ഡലം പ്രസിഡന്റ് ജൈസൽ വാഴക്കാട് ഉദ്ഘാടനം ചെയ്തു. നൌഷാദ് പെരുന്തല്ലൂർ അധ്യക്ഷനായി. സലീം കണ്ണനാക്കുഴി സ്വാഗതവും റഹ്ഫീഫ് കണ്ണൂർ നന്ദിയും പറഞ്ഞു. വേൾഡ് മലയാളി ഫെഡറേഷൻ ഓസ്ട്രേലിയയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ക്യൂൻസ്ലാൻഡിൽ നടന്ന ആഘോഷത്തിൽ സ്പീക്കർ മിൽട്ടൺ ഡിക്, സാംസ്കാരിക വകുപ്പ് മന്ത്രി ഷാരിസ് മുല്ലൻ, ഡേവിഡ് മാർട്ടിൻ, നീതു സിംഗ് തുടങ്ങിയവർ അതിഥികളായി. വേൾഡ് മലയാളി ഫെഡറേഷൻ ഓസ്ട്രേലിയയുടെ നാഷണൽ കമ്മിറ്റി പ്രതിനിധികളായ അനീഷ് തോമസ്, ഡോണി താഴത്തിൽ ഇമ്മാനുവൽ, അഭിജിത്ത് അഗസ്റ്റിൻ, ബിജി ജോസഫ്, ചിന്നു ജോസഫ് എന്നിവർ സംസാരിച്ചു. ദമാം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കണ്ണൂരുകാരുടെ കൂട്ടായ്മയായ കസവ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഹാരിസ് പയ്യന്നൂരാണ് പുതിയ പ്രസിഡന്റ്. ജനറൽ സെക്രട്ടറിയായി മുഹമ്മദ് മട്ടന്നൂരിനെയും ട്രഷററായി വിനോദ് കുമാറിനെയും തെരഞ്ഞെടുത്തു. കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്തി കൂട്ടായ്മ വിപുലീകരിക്കുമെന്നും പൊതുപ്രവർത്തന രംഗത്തെ കസവിന്റെ സേവനം കൂടുതൽ സജീവമാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. തനിമ കുവൈറ്റിന്റെ APJ അബ്ദുൽ കലാം പേൾ ഓഫ് ദി സ്കൂൾ അവാർഡ് വിതരണം അടുത്ത മാസം 2 നടക്കും. വൈകിട്ട് 6 അബ്ബാസിയ ഓക്സ്ഫോർഡ് പാകിസ്ഥാനി സ്കൂളിലാണ് പരിപാടി. കലാ, കായിക, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്ന 26 കുട്ടികൾക്കാണ് അവാർഡ് നൽകുന്നത്. ബലൂചിസ്ഥാനിൽ തുടർച്ചയായ ഭീകരാക്രമണം. വിവിധ പ്രദേശങ്ങളിലുണ്ടായ ബലൂച്ച് ലിബറേഷൻ ആർമി ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു. തെക്കു പടിഞ്ഞാറൻ മേഖലയിലുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. വിഘടനവാദം ശക്തമായ ബലൂചിസ്ഥാനിൽ ആക്രമണങ്ങൾ തുടർക്കഥയാണ്. സൈനിക കേന്ദ്രങ്ങൾക്കു നേരെ കഴിഞ്ഞ 24 മണിക്കൂറിനിടെയുണ്ടായ ആക്രമണങ്ങളിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥരും മറ്റ്6 പേരും കൊല്ലപ്പെട്ടു. പാക് ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ തലസ്ഥാനമായ ഖൊട്ടയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെയുള്ള മാച്ച് ജില്ലയിലാണ് ആക്രമണമുണ്ടായതെന്ന് പ്രവിശ്യ ഇൻഫർമേഷൻ മന്ത്രി ജാൻ അജക്സായി അറിയിച്ചു. ഇറാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലുള്ള പാക് ബലൂച്ചിലെ നിരോധിത സായുധ സംഘമാണ് BLA. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി ബലൂച്ച് ദേശീയവാദികളുടെ നേതൃത്വത്തിൽ ആഭ്യന്തര കലാപം നിലനിൽക്കുന്ന പ്രദേശങ്ങളാണ് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയും സിസ്റ്റാൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയും. പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി നിരവധി വിമോചന സംഘടനകളും ഇവിടെ രൂപം കൊണ്ടിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. തിരികെ വാർത്തകളിലേക്ക്. 15 പ്രതികൾക്ക് തൂക്കുകയർ. BJP OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി രൺജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ച് വിചാരണ കോടതി. പ്രതികൾ പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരാണ്. രാഷ്ട്രീയ കൊലപാതകം എന്ന നിലയിൽ മാത്രം കാണാവുന്നതല്ല പ്രതികളുടെ നിഷ്ഠൂരമായ കൃത്യമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കൊല്ലപ്പെടേണ്ടവരുടെ പട്ടിക തയ്യാറാക്കി പ്രതികൾ നടത്തിയ ഗൂഢാലോചന ഏറെ ആഴമുള്ളതാണ്. നിരായുധനായ ഒരാളെ 12 പേർ വളഞ്ഞിട്ടാക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു. വിധിയെ രൺജിത്ത് ശ്രീനിവാസന്റെ കുടുംബം സ്വാഗതം ചെയ്തു. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരായ 15 പ്രതികൾക്കും ഒരുമിച്ച് വധശിക്ഷ. അപൂർവങ്ങളിൽ അപൂർവമെന്ന് കോടതി കണ്ടെത്തിയ കുറ്റത്തിന് അത്യപൂർവമായ ശിക്ഷാവിധിയാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്നുണ്ടായത്. കൊലപാതകത്തിന് പുറമെ ക്രിമിനൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, സാക്ഷികളെ ഭീഷണിപ്പെടുത്തൽ, വീട്ടിൽ അതിക്രമിച്ച് കടന്നു കയറൽ തുടങ്ങിയ കുറ്റങ്ങൾക്ക് ജീവപര്യന്തം, കഠിന തടവ്, പിഴ എന്നിവയും വിധിച്ചു. 15 പ്രതികൾക്കും വിവിധ വകുപ്പുകളിലായി പിഴ ശിക്ഷയും കോടതി വിധിച്ചു. പിഴയിൽ 6 ലക്ഷം രൂപ രൺജിത്തിന്റെ കുടുംബത്തിന് നൽകണം. ഓരോ പ്രതികൾക്കും 8ലധികം വകുപ്പുകൾ പ്രകാരം ജീവപര്യന്തമടക്കമുള്ള തടവ് ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. ഇത് വളരെ മുൻപ് തന്നെ ലിസ്റ്റുകൾ തയ്യാറാക്കി ഇരയുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ആ ഇരയെ കൊലപ്പെടുത്താനുള്ള തീയതി പിന്നീട് നിശ്ചയിക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകമായതുകൊണ്ട് തന്നെ ഇത് അപൂർവങ്ങളിൽ അത്യപൂർവമായ കൊലപാതകമാണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. കൊല്ലപ്പെട്ട രൺജിത്തിന്റെ ഭാര്യ ലിഷ, അമ്മ വിനോദിനി, മക്കൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു വിധി പ്രസ്താവം.
അന്വേഷണം പഴുതടച്ചതായിരുന്നുവെന്നും വിധിയിൽ സന്തുഷ്ടയാണെന്നും രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യയും അമ്മയും. പരമാവധി ശിക്ഷ കൊടുത്തതിൽ സംതൃപ്തരാണ് ഞങ്ങളുടെ നഷ്ടം വളരെ വലുതാണ്. എങ്കിലും കോടതി വിധിയിൽ ഞങ്ങൾക്ക് ആശ്വാസമുണ്ട്. വധശിക്ഷ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ അമ്മേ? പ്രതീക്ഷിച്ചിട്ടുണ്ട്. സാധാരണ രാഷ്ട്രീയ കൊലപാതകമാണെന്നതടക്കമുള്ള പ്രതിഭാഗം വാദങ്ങളെല്ലാം കോടതി നിരാകരിച്ചു. മേൽക്കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിന്റെ നീക്കം. പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരായ 12 പേരും മുഖ്യ ആസൂത്രകരായ 3 പേരുമാണ് വിചാരണ നേരിട്ടവർ. ആകെയുള്ള SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ 15 പ്രതികളിൽ 12 പേരാണ് നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തത്. എന്നാൽ 15 പേർക്കും പങ്കുണ്ടെന്ന് കോടതി കണ്ടെത്തി. 15 പ്രതികളിൽ 10ാം പ്രതി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. 2021 ഡിസംബർ 19-നാണ് ആലപ്പുഴ വെള്ളക്കിണറുള്ള വീട്ടിൽ അതിക്രമിച്ചു കയറി അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിൽ വെച്ച് രഞ്ജിത്ത് ശ്രീനിവാസനെ അതിക്രൂരമായി SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത്. 24 ആലപ്പുഴ. സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലെ അടിയന്തര പ്രമേയ ചർച്ചയിൽ പരസ്പരം കൊമ്പ് കോർത്ത് സർക്കാരും പ്രതിപക്ഷവും. നികുതി വെട്ടിപ്പുകാരുടെ പറുദീസയായി കേരളം മാറിയെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ ധനപ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ആരോപിച്ചു. ചർച്ചയ്ക്ക് ശേഷം അടിയന്തര പ്രമേയം തള്ളിയതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. സംസ്ഥാനത്തിന് ധനപ്രതിസന്ധി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് റോജി M. ജോൺ ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. നോട്ടീസ് നൽകിയതിന് പ്രതിപക്ഷത്തിന് നന്ദി പറഞ്ഞ മുഖ്യമന്ത്രി ചർച്ചയാകാമെന്ന് സമ്മതിച്ചു. കേന്ദ്ര സർക്കാരിന്റെ നയം സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാണെങ്കിലും സംസ്ഥാനമാണ് പ്രശ്നം രൂക്ഷമാക്കിയതെന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ റോജി M. ജോൺ 5 വർഷത്തേക്ക് ധനകാര്യ കമ്മീഷൻ അലോക്കേറ്റ് ചെയ്യുന്ന തുക ആദ്യത്തെ 3 വർഷം മേടിച്ചതിന് ശേഷം പറയുകയാണ് 4ാമത്തെ വർഷം നമുക്ക് പൈസ. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പാളിച്ചുണ്ട്, വീഴ്ചയുണ്ട്, ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ട്. ഡിവസീവ് പൂളിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതം, ആ വിഹിതം ഗണ്യമായിട്ട് കുറച്ചിട്ടുണ്ട്. ഭരണകക്ഷി MLA മാർ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയപ്പോൾ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയായിരുന്നു പ്രതിപക്ഷാംഗങ്ങളുടെ കടന്നാക്രമണം. കേന്ദ്ര അവഗണനയല്ല, സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് ധനപ്രതിസന്ധിക്ക് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. കേന്ദ്ര ധനമന്ത്രിക്ക് കഴിഞ്ഞ വർഷം സംസ്ഥാന ധനമന്ത്രി അയച്ച കത്തിൽ പറയുന്നത് 31,000 കോടി രൂപ കിട്ടാനുണ്ടെന്നാണ്. പിന്നെ എങ്ങനെയാണ് 57,000 കോടി കിട്ടാനുണ്ടെന്ന് പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. നിങ്ങൾ വാറ്റിൽ നിന്നും GST-യിലേക്ക് മാറിയപ്പോൾ വി ഹാവ് ബീൻ ഡിമാൻഡിങ് ഫോർ ദ ലാസ്റ്റ് 5 years നിങ്ങൾ GST-യുടെ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സ്ട്രക്ചർ നിങ്ങൾ മാറ്റണം. നിങ്ങൾ മാറ്റിയോ? ഇന്ന് കേരളത്തിൽ ഏത് സാധനവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് നികുതി കൊടുക്കാതെ വിൽക്കാൻ പറ്റുന്ന നികുതി വെട്ടിപ്പുകാരുടെ പറുദീസയാണ് കേരളം. മനസ്സിലായിക്കോ? സംസ്ഥാനം തനത് വരുമാനം വർദ്ധിപ്പിച്ചുവെന്നും പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമാണെന്നും ധനമന്ത്രി KN ബാലഗോപാൽ. കിട്ടേണ്ട പണം വാങ്ങിയെടുക്കാൻ കേന്ദ്രത്തിനെതിരെ ഒന്നിച്ചു നിൽക്കണമെന്ന് ധനമന്ത്രി ആവർത്തിച്ചു. ധനകാര്യ പ്രതിസന്ധിയാണ്, നിന്നു പോകും കേരളം, വണ്ടി ഓടത്തില്ല. അങ്ങനൊരു അവസ്ഥയൊന്നുമല്ല. 2022-23 വർഷം ഡിസംബർ വരെ ട്രഷറിയിൽ നിന്ന് പുറത്തേക്ക് പോയത് 1,21,473 കോടിയാണ് സാർ. എന്നാൽ ഈ വർഷം അത് 1,26,182 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഈ വർഷവുമായിട്ട് വേറെ വലിയ വരുമാനങ്ങളുടെ കാര്യത്തിൽ വലിയ വെട്ടിക്കുറവ് വന്നിട്ടും ചെലവിന്റെ കാര്യത്തിൽ കുറവ് വന്നില്ല സാർ. 2.5 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചയ്ക്കൊടുവിൽ അടിയന്തര പ്രമേയം തള്ളിയതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം. നിയമസഭാ വെബ്സൈറ്റിൽ നിന്ന് ചോദ്യം പിൻവലിച്ച CPM MLA H. സലാമിന്റെ നടപടി വിവാദത്തിൽ. സഹകരണ വകുപ്പ് പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയ സ്ഥാപനങ്ങളും രാഷ്ട്രീയ ബന്ധവും സംബന്ധിച്ച ചോദ്യമാണ് MLAക്ക് തന്നെ കുരുക്കായത്. നന്ദിപ്രമേയ ചർച്ചയുടെ 2ാം ദിനമായ ഇന്നും ഗവർണർക്കെതിരെ വിമർശനങ്ങളുണ്ടായി. സഹകരണ വകുപ്പ് പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയ സംഘങ്ങളും സ്ഥാപനങ്ങളും രാഷ്ട്രീയ ബന്ധവും സംബന്ധിച്ചായിരുന്നു H. സലാമിന്റെ ചോദ്യം. ഭരണകക്ഷി MLA ചോദ്യം പിൻവലിച്ചത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ആക്ഷേപം. അതേസമയം വയനാട് കടുവാക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയെ അറിയിച്ചു. അക്രമകാരികളായ വന്യജീവികളുടെ എണ്ണം വർദ്ധിച്ചെന്നും ഉദ്യോഗസ്ഥർ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി. വയനാട് ജില്ലയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ 3 പേരാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ 2 പേർക്കും പൂർണ്ണമായ നഷ്ടപരിഹാരം നടത്തിയിട്ടുണ്ട്. ഹജ്ജ് വിമാനയാത്രാ കൂലി വർധനവിൽ വ്യോമയാന മന്ത്രിക്കും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിക്കും കത്ത് നൽകിയെന്ന് മന്ത്രി V. അബ്ദുറഹ്മാനും വ്യക്തമാക്കി. കേരളത്തിൽ നിന്നുള്ള 3 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും ഏകീകൃത ചാർജാണ് ഈടാക്കേണ്ടത്. ന്യായരഹിതവും തീർത്ഥാടകർക്ക് സാമ്പത്തികമായി
താങ്ങാൻ കഴിയാത്തതുമായ ഈ തീരുമാനം പുനഃപരിശോധിക്കാൻ, അതോടൊപ്പം തന്നെ ഈ ചാർജ് കുറയ്ക്കുവാൻ ആവശ്യമായ പരിഹാര നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രിക്കും കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രിക്കും ഇതിനോടകം തന്നെ കത്തുകളും ഇമെയിൽ സന്ദേശങ്ങളും അയച്ചിട്ടുണ്ട്. നന്ദി പ്രമേയ ചർച്ചയുടെ 2ാം ദിവസമായ ഇന്നും ഗവർണർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് സഭയിൽ ഉയർന്നത്. ഗവർണർക്കൊപ്പം നിൽക്കുന്നവർ കേരളത്തിന്റെ ദുരന്തമാണെന്ന മുൻമന്ത്രി AC മൊയ്തീനും ഗവർണറും മുഖ്യമന്ത്രിയും ഒരേ നാണയത്തിന്റെ വശങ്ങളാണെന്ന M. വിൻസെന്റ് MLAയും പറഞ്ഞു. 24 തിരുവനന്തപുരം. വാർത്തയിലേക്ക് തിരികെ. ഷൂവെയർ സമരം റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീത വിജിക്കെതിരായ പോലീസ് കേസിൽ നിയമസഭയിൽ സർക്കാരിനെ വിമർശിച്ച് വണ്ടൂർ MLA AP അനിൽകുമാർ. സമരം റിപ്പോർട്ട് ചെയ്തതിൽ എന്ത് ഗൂഢാലോചനയാണ് ഉള്ളതെന്ന് മനസ്സിലാകുന്നില്ലെന്ന് AP അനിൽകുമാർ പറഞ്ഞു. സർക്കാരിനെ വിമർശിക്കുന്നതിനിടെയായിരുന്നു MLAയുടെ പരാമർശം. നരേന്ദ്രമോദിയെ കുറ്റം പറയുന്നു. കേരളത്തിൽ നിന്ന് എത്ര മാധ്യമ പ്രവർത്തകർക്ക് നേരെയാണ് കേസെടുത്തത്? സർ, ഒരു KSU പ്രവർത്തകർ ഷൂ എറിഞ്ഞു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഒരു പത്രപ്രവർത്തകയ്ക്ക് നേരെ നിങ്ങൾ കേസെടുത്തില്ലേ? ഗൂഢാലോചന. ഷൂ എറിയുന്നതിൽ എന്ത് ഗൂഢാലോചനയാണ് സഖാക്കളെ? ഷൂ എറിയുന്നതിൽ എന്ത് ഗൂഢാലോചനയാണ്? എവിടേക്കാണ് കേരളത്തിലെ ഗവൺമെന്റ് പോകുന്നത്? നമുക്കെങ്ങനെ നരേന്ദ്രമോദിയെ കുറിച്ച് പറയാൻ കഴിയും? എത്ര മാധ്യമ പ്രവർത്തകർക്ക് നേരെയാണ് നിങ്ങൾ കേസെടുത്തത്? ദയാവധത്തിന് അനുമതി തേടിയ കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകൻ ജോഷിക്ക് നിക്ഷേപിച്ച തുകയും പലിശയും ഉൾപ്പെടെ 28 ലക്ഷം രൂപയുടെ ചെക്ക് ബാങ്ക് കൈമാറി. കുടുംബാംഗങ്ങളുടെ പേരിലുള്ള തുക 3 മാസത്തിനുള്ളിൽ നൽകുമെന്ന് ബാങ്ക് ഉറപ്പു നൽകി. പണം തിരിച്ചു കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് ബാങ്കിന് മുന്നിൽ ജോഷി കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് സിഇഒയും അഡ്മിനിസ്ട്രേറ്ററുമായി നടത്തിയ 3.5 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് മാപ്രാണം സ്വദേശിയായ ജോഷിക്ക് താൽക്കാലിക ആശ്വാസം കിട്ടിയത്. ജോഷിയുടെ പേരിൽ ബാങ്കിലുണ്ടായിരുന്ന പണവും പലിശയുമടക്കം 28 ലക്ഷം രൂപയുടെ ചെക്കാണ് കൈമാറിയത്. ജോഷിയുടെ കുടുംബാംഗങ്ങളുടെ പേരിലുള്ള തുക 3 മാസത്തിനുള്ളിൽ നൽകുമെന്നും ബാങ്ക് ഉറപ്പ് നൽകി. എന്നാൽ ഉറപ്പ് രേഖാമൂലം എഴുതി നൽകണമെന്ന് ജോഷി ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ നാളെ നിലപാടറിയിക്കാമെന്ന ബാങ്കിന്റെ ഉറപ്പിലാണ് കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചത്. നാളെ രേഖാമൂലം എഴുതി തരണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എൻ്റെ പേരിലുള്ളത് മാത്രം തന്നിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നാളെ തീരുമാനമാക്കിയിട്ട് എഴുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതിപ്പം 28 അല്ലേ, ബാക്കി ഏകദേശം ഒരു 60 ലക്ഷം രൂപ അറൗണ്ട് ഉണ്ടാവും. അതിന് താഴെ പലിശ അടക്കം. 2 ആഴ്ച മുൻപാണ് ദയാവധത്തിന് അനുമതി തേടി മാപ്രാണം സ്വദേശിയായ ജോഷി മുഖ്യമന്ത്രിക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും കത്തയച്ചത്. ജനുവരി 30-നുള്ളിൽ ദയാവധത്തിന് അനുമതി നൽകണമെന്നായിരുന്നു ആവശ്യം. കത്ത് വിവാദമായതോടെ സഹകരണ മന്ത്രി VN വാസവൻ ഇടപെട്ടു. ജോഷിയുടെയും കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള നിക്ഷേപമായ 75 ലക്ഷം രൂപയും പലിശയും മുഴുവനും മടക്കി നൽകുമെന്ന് ഉറപ്പ് നൽകി. പക്ഷേ പണം നൽകാമെന്ന് പറഞ്ഞ തീയതി കഴിഞ്ഞിട്ടും പണം തിരിച്ചു കിട്ടാത്തതിൽ പ്രതിഷേധിച്ചാണ് കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ മാപ്രാണം ശാഖയ്ക്ക് മുന്നിൽ ജോഷി കുത്തിയിരിപ്പ് സമരം നടത്തിയത്. 24 തൃശൂർ. ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.